പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ അധികാര പോരാട്ടം തുടരുകയാണ്. പാർട്ടിയുടെ സ്ഥാപക നേതാവും ദീർഘകാലമായി തൃണമൂൽ കോൺഗ്രസിന്റെ മുഖവുമായി കണക്കാക്കപ്പെടുന്ന മമതാ ബാനർജിക്കെതിരെ വിമത വിഭാഗം ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്താണ് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത്? തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള ഭാവി എന്താണ്? നോക്കാം വിശദമായി. ഞാൻ ഗ്രീഷ്മ. പാർട്ടിയുടെ നിലവിലെ നേതൃത്വം സംഘടനാ ഭരണഘടന പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച് മമതാ ബാനർജിയെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി വിമത നേതാക്കൾ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും നിയമസഭാ അംഗവുമായ അരൂപ് റോയിയെ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസിന്റെ പുതിയ ചെയർമാനായി തെരഞ്ഞെടുത്തതായും അവർ അറിയിച്ചു. ഈ പ്രഖ്യാപനത്തോടെ പാർട്ടിക്കുള്ളിൽ ഏറെ നാളായി ഉണ്ടായിരുന്ന അസംതൃപ്തിയും ഭിന്നതകളും തുറന്ന രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ന്യൂ ടൗണിൽ സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിലായിരുന്നു ഈ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. വിമത നേതാവ് ഋതുപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിരവധി MLA-മാരും കൗൺസിലർമാരും വിവിധ തലങ്ങളിലെ സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായ അരൂപ് റോയ്, ഫിർഹാദ് ഹക്കീം, അരൂപ് വിശ്വാസ്, ജാവേദ് ഖാൻ, സന്ദീപൻ സാഹ എന്നിവരും യോഗത്തിൽ സജീവ സാന്നിധ്യം രേഖപ്പെടുത്തിയതായാണ് വിമതപക്ഷം അവകാശപ്പെടുന്നത്. ഈ യോഗം ഒരു സാധാരണ പ്രതിഷേധ വേദി അല്ലെന്നും പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന സംഘടനാപരമായ ഇടപെടലാണെന്നും നേതാക്കൾ വ്യക്തമാക്കി. പാർട്ടി ഭരണഘടന പ്രകാരം നിശ്ചിത ഇടവേളകളിൽ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കേണ്ടത് നിർബന്ധമാണെന്നും എന്നാൽ 2022 രൂപീകരിച്ച ദേശീയ സമിതിയുടെ കാലാവധി അവസാനിച്ചിട്ടും പുതിയ സമിതി രൂപീകരിക്കാത്തത് ഭരണഘടനാ ലംഘനമാണെന്നും വിമത വിഭാഗം ആരോപിച്ചു. സംഘടനയുടെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുന്നതിൽ നിലവിലെ നേതൃത്വം പരാജയപ്പെട്ടു എന്നും പാർട്ടിയുടെ എല്ലാ നിർണായക തീരുമാനങ്ങളും ഒരു ചെറിയ വിഭാഗത്തിന്റെ നിയന്ത്രണങ്ങളിലേക്ക് ചുരുങ്ങിയതായും അവർ വിമർശിച്ചു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയെ യഥാർത്ഥ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പുതിയ ദേശീയ നേതൃത്വ ഘടന രൂപീകരിച്ചതെന്ന് ഋതുപ്രത ബാനർജി വിശദീകരിച്ചു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ പ്രകാരം അരൂപ് റോയിയെ ഏകകണ്ഠമായി ചെയർമാനായി തെരഞ്ഞെടുത്തു. ഫിർഹാദ് ഹക്കീം, അരൂപ് വിശ്വാസ്, രഥിൻ ഘോഷ്, സബീന യാസ്മിൻ എന്നിവരെ വൈസ് ചെയർമാൻമാരായി നിയമിച്ചു. ഋതുപ്രത ബാനർജി, ജാവേദ് ഖാൻ, സന്ദീപൻ സാഹ എന്നിവർ ജനറൽ സെക്രട്ടറിമാരായി ചുമതലയേൽക്കും. അഗ്രുസ്മാൻ അൻസാരിയെ ട്രഷററായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഘടനയുടെ വിവിധ തലങ്ങളിൽ പുതിയ നിയമനങ്ങൾ ഉടൻ നടപ്പാക്കുമെന്നും വിമത നേതൃത്വം അറിയിച്ചു. ഇതിനൊപ്പം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ അഭിഷേക് ബാനർജിക്കെതിരെയും വിമത വിഭാഗം കടുത്ത നടപടി സ്വീകരിച്ചു. പാർട്ടി പ്രവർത്തനങ്ങളിലും സംഘടനാ ക്രമീകരണങ്ങളിലും ഉണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായി പ്രഖ്യാപിച്ചു. മമതാ ബാനർജിക്ക് ശേഷം പാർട്ടിയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന അഭിഷേക് ബാനർജിക്കെതിരായ നടപടി പാർട്ടിക്കുള്ളിലെ ഭിന്നത എത്രത്തോളം ഗുരുതരമായ നിലയിൽ എത്തിയെന്നതിന് തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലും കൂടുതൽ സുതാര്യത ഉറപ്പാക്കണമെന്ന് വിമത നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നതിനായി സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കുമെന്നും പുതിയ നേതൃത്വം അറിയിച്ചു. പാർട്ടി വിഭവങ്ങളുടെ വിനിയോഗത്തെക്കുറിച്ചും സംഘടനാ ഫണ്ടുകളുടെ നടത്തിപ്പിനെക്കുറിച്ചും സമഗ്ര പരിശോധന നടത്തുമെന്നും അവർ വ്യക്തമാക്കി. സംഘടനാ പുനഃസംഘടനയോടൊപ്പം സാമ്പത്തിക സുതാര്യതയും പ്രധാന ലക്ഷ്യമാണെന്ന് വിമത നേതാക്കൾ ആവർത്തിച്ചു. വിമത ക്യാമ്പിന്റെ അവകാശവാദം അനുസരിച്ച് ഏകദേശം 60ഓളം MLA-മാരുടെയും നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെയും പിന്തുണ പുതിയ നേതൃത്വത്തിനുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെയും വിവിധ ജില്ലകളിലെയും നിരവധി കൗൺസിലർമാരും ജില്ലാതല നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തതായും അവർ അവകാശപ്പെട്ടു. ഈ പിന്തുണ യാഥാർത്ഥ്യമാണെങ്കിൽ പാർട്ടിയുടെ നിയമസഭാ ശക്തിയെയും സംഘടനാ അടിത്തറയെയും സാരമായി ബാധിക്കുന്ന സാഹചര്യം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട തിരിച്ചടിക്ക് ശേഷം നേതൃത്വത്തെക്കുറിച്ചും സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രകടനത്തെയും ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം നേതാക്കൾ നേതൃത്വമാറ്റം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ചില MP-മാർ പാർട്ടി നിലപാടുകളിൽ നിന്ന് അകന്ന് മറ്റൊരു രാഷ്ട്രീയ കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ചേർന്നാണ് ഇപ്പോഴത്തെ തുറന്ന വിമത നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പാർട്ടിയുടെ പേര്, ചിഹ്നം, സംഘടനാ നിയന്ത്രണം, നിയമസഭാ കക്ഷിയുടെ നേതൃത്വം എന്നിവയെ ചൊല്ലി വരും ദിവസങ്ങളിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങൾ ശക്തമാകാൻ സാധ്യതയുണ്ട്. ആരാണ് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത് എന്ന ചോദ്യത്തിന്
മറുപടി കണ്ടെത്താനുള്ള പോരാട്ടം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോടതികൾ, നിയമസഭാ ഘടന എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കും. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നിലവിലെ പ്രതിസന്ധി നീങ്ങുന്നത്.